ഈ ഒരു ഗ്ലാസും എൻ്റെ ബാക്കിൽ കാണുന്ന ഗ്ലാസും സെയിം ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ല. നിങ്ങൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പ്രൈമറിലി 3 ടൈപ്സ് ഓഫ് ഗ്ലാസസ് ആണ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ഗ്ലാസ് പർച്ചേസിലേക്ക് പോകാൻ പാടുള്ളൂ. സോ 3 ടൈപ്സ് ഓഫ് ഗ്ലാസസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒന്നാമത്തത് ഫ്ലോട്ട് ഗ്ലാസ്, അതായത് നോർമൽ ഗ്ലാസ്. രണ്ടാമത്തത് ടെമ്പേർഡ് ഓർ ടഫൻ ഗ്ലാസ്. മൂന്നാമത്തത് ലാമിനേറ്റഡ് ഗ്ലാസ്. ഈ 3 തരം ഗ്ലാസസിനെ കുറിച്ച് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ഗ്ലാസ് പർച്ചേസിന് മുമ്പായിട്ട്. ഒന്നാമത്തെ ഗ്ലാസ് ഫ്ലോട്ട് ഗ്ലാസ്, അതായത് നോർമൽ ഗ്ലാസ്. ഈ ഗ്ലാസ് യൂഷ്വലി നമ്മൾ കൺസ്ട്രക്ഷനിൽ പൊതുവെ സജസ്റ്റ് ചെയ്യാറില്ല. അൺലെസ് യു ഹാവ് എ ട്രഡീഷണൽ വുഡൻ സ്റ്റൈൽ ഓഫ് വിൻഡോസ്, വേർ നമുക്ക് ചെറിയ ചെറിയ കള്ളി വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ട് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് വലിയ അലൂമിനിയം വിൻഡോസോ അല്ലെങ്കിൽ UPVC വിൻഡോസ് ആണ്. ആ സമയത്ത് നമ്മൾ ടഫൻ ഗ്ലാസസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫ്ലോട്ട് ഗ്ലാസസിന് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഥവാ പൊട്ടുകയാണെങ്കിൽ വലിയ ഷാർട്സ് ഓഫ് ഗ്ലാസസ് പീസസ് കണ്ട് പൊട്ടാൻ, സോ നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ ഓൾവേസ് ബി കെയർഫുൾ വൈ യൂസിങ് ദാറ്റ്. നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിംസിനോ അതോ ചെറിയ ആപ്ലിക്കേഷനോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എല്ലാ കേസിലും രണ്ടാമത്തെ ടഫൻ ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. അതെന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ്. ഞങ്ങൾ നാടൻ ഭാഷയിൽ ടഫൻ ഗ്ലാസ് എന്നും പറയാറുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ ഗ്ലാസ്സിന് 4 to 5 ടൈംസ് ഹീറ്റ് ചെയ്തിട്ടാണ് ഈ ഗ്ലാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഗുണം വരുന്ന വെച്ചാൽ ഇതിന്റെ ഒരു 4 to 5 ടൈംസ് സ്ട്രെങ്ത് കൂടും. ഇത് അൺബ്രേക്കബിൾ അല്ല കേട്ടോ. ഇതെന്താ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇത് പൊട്ടുകയാണെങ്കിൽ ഇത് ഷാറ്റർ ആയിട്ട് ചെറിയ ചെറിയ പൊടികളായിട്ടാണ് പൊട്ടാൻ. സോ ഇഫ് അറ്റ് ഓൾ നിങ്ങൾ മേത്തേക്ക് അത് വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാനാണ് ഈ ടഫൻ ഗ്ലാസ് ചെയ്യുന്നത്. നിങ്ങൾ സേഫ്റ്റി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ്, വിച്ച് ഇസ് ലാമിനേറ്റഡ് ഗ്ലാസ്. ലാമിനേറ്റഡ് ഗ്ലാസ് ആസ് സജസ്റ്റഡ് ബേസിക്കലി 2 പീസ് ഓഫ് ഗ്ലാസ് ലാമിനേറ്റ് ചെയ്യുന്നതാണ്. സോ 2 ടഫൻ ഗ്ലാസസിന്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 10 mm ടഫൻ ഗ്ലാസ് വാങ്ങുന്നതിന് പകരം 5 mm 2 ടഫൻ ഗ്ലാസിന്റെ ഇടയിൽ ഒരു തരം ഗ്ലൂ ചെയ്തിട്ട്, ഞാൻ ലേമൻ ടേംസിലാണ് ഇവിടെ പറയുന്നത്, ടെക്നിക്കൽ ടേം നിങ്ങൾ ഗ്ലാസ് മാനുഫാക്ചർ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു ഗ്ലൂ ചെയ്തിട്ട് ഇതിനെ സാൻഡ്വിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇഫ് യു ട്രൈ ടു ബ്രേക്ക് ഇൻ, ഇത് പൊട്ടില്ല. ഇത് ഇങ്ങനെ ബോണ്ട് ചെയ്ത് അവിടെ തന്നെ നിൽക്കും. സോ ഇഫ് അറ്റ് ഓൾ ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരാൾക്ക് അതിനുള്ളിലേക്ക് കയറണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് കുറേ സമയം എടുക്കും. യൂഷ്വലി ഒരു നമ്മളോട് പറയാറ് അപ് ടു 1 hour വരെ എടുക്കും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. ഒരു വീട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സാണ് ചൂസ് ചെയ്യുന്നത്? നോർമലി നമ്മൾ ടഫൻ ഗ്ലാസ് ചൂസ് ചെയ്താൽ. സോ അപ്പോൾ വീട്ടിലേക്ക് എന്താണ് വാങ്ങേണ്ടത്? വീട്ടിലേക്ക് നിങ്ങൾ ജനറലി വാങ്ങേണ്ടത് ടഫൻ ഗ്ലാസ് ആണ്. ബിക്കോസ് പ്രൈമറിലി നിങ്ങളുടെ സേഫ്റ്റിയാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എക്സ്പെൻസീവായ സാധനങ്ങളോ പൊന്നോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബെഡ്റൂമിന്റെ ഗ്ലാസ് മാത്രം എന്ത് ചെയ്താൽ മതി, ലാമിനേഷനിലോട്ടേക്ക് പോയാൽ മതി. ബിക്കോസ് ലാമിനേഷൻ യൂഷ്വലി 3 to 4 ടൈംസ് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ഫുൾ വീട്ടിൽ ലാമിനേറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ കാശ് നന്നായിട്ട് പോകും. അതിന് ആവശ്യമില്ല. ബാത്റൂംസിലോ കിച്ചൺസിലോ എന്തിനാണ് നിങ്ങൾ ലാമിനേറ്റ് ഗ്ലാസ് ചെയ്യേണ്ട ആവശ്യം? സോ നിങ്ങളൊരു മാസ്റ്റർ ബെഡ്റൂമിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബെഡ്റൂംസിന്റെ വിൻഡോസിന് മാത്രം ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോറിനും മറക്കരുത് നല്ല ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ റൂംസ് മാത്രം എന്ത് ചെയ്താൽ മതി, സെക്യൂർ ചെയ്താൽ മതി. ഇൻ ദിസ് വേ യു ഗെറ്റ് സേഫ്റ്റി, സെക്യൂരിറ്റി ആസ് വെൽ ആസ് അഫോർഡബിലിറ്റി. സോ ഇപ്പോൾ മനസ്സിലായില്ലേ 3 തരം ഗ്ലാസിന്റെ റിക്വയർമെന്റ്സ്? അപ്പം നിങ്ങളിപ്പോൾ ഏതാണ് വാങ്ങാൻ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.